ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ്. ഇറ്റാലിയൻ ക്രീമി പാസ്ത വിത്ത് ഗാർലിക് ചീസ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. പാസ്ത, ബട്ടർ, ഗാർലിക് ചീസ്, മിൽക്ക്, ഗാർലിക് സാൾട്ട്, മൈദ, കോൺഫ്ലവർ, പാർസലി, പിന്നെ സോസുകൾ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാബീൻ സോസ്, വെജിറ്റബിൾസ്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം ഈ പാസ്തയൊന്ന് നമുക്ക് വേവിക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യാം. പാസ്ത ഇപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. പാസ്ത ഇപ്പം വേവായിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു ബട്ടർ, പാതി ബട്ടർ നമുക്കതിലോട്ടിടാം. അതിന് ശേഷം നമുക്ക് ബാലൻസ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് വേണം ഇത് തനിയെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക. ഇത് എല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഒന്ന് മൂത്ത് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിക്കായതിനു ശേഷം ബാലൻസ് പാൽ കൂടെ അത് ഒഴിച്ച് ക്രീം പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഇടുക, സവോള ഇടുക. അതൊന്ന് നല്ലപോലെ സോട്ടായതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ച് ആഡ് ചെയ്യുക. ഇതൊന്ന് മിക്സായി സോട്ടായ ഉടനെ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടുക. ഇത് നന്നായിട്ട് സോട്ടായതിനു ശേഷം നമുക്കിത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ആ ക്രീം സോസിലേക്ക് ഇടാം. എല്ലാം നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് പാസ്ത ഇടുക. പാസ്ത നന്നായിട്ട് വെന്ത് വേണം ഇടാൻ, അല്ലെങ്കിൽ പാസ്ത നല്ലപോലെ വെന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സ്പൈസസ് ഇടാം. ഇപ്പോൾ ആദ്യം ഉപ്പിടണം. ഇത് നമ്മൾ ആദ്യമേ സോട്ട് ചെയ്ത് വെച്ച ഗാർലിക്കാണ്, അത് പേസ്റ്റാക്കി വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ഒരു അരച്ച് വെച്ച ഗാർലിക് പേസ്റ്റ് ഇടുക. ഇതാണ് നമ്മുടെ ക്രീമി ചീസ്. ഗാർലിക് ചീസാണിത്, ക്രീമി ചീസാണിത്. ഇത് നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കുക. ഇത് 200 ഗ്രാം ചീസ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കണം. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഞാൻ എൻ്റെ കൈക്കളവിനായിടുന്നത്. പിന്നെ സോയാബീൻ സോസ്, ചില്ലി സോസ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്കാണ് പാർസലി ലീഫ്. ഇത് ഡ്രൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിന് ഏറ്റവും അവസാനമായി ഗാർണിഷിങ്ങിനായി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ്സ്
കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ക്രീമി ചീസ് പാസ്ത റെഡി. ഇവിടെ പിള്ളേർക്ക് എല്ലാവർക്കും പാസ്ത ഇഷ്ടപ്പെട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയിലേക്ക് വരാം.